ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ മുൻ ഭരണസമിതിക്ക് കുരുക്ക വാജിവാഹനം ഉൾപ്പെടെ തന്ത്രിക്ക് അവകാശപ്പെട്ടതല്ലെന്നാണ് ദേവസ്വത്തിൻ്റെ ഉത്തരവ്. 2012 ബോർഡ് കമ്മീഷൻ ഈ ഉത്തരവിറക്കിയത്. പുതിയവ സ്ഥാപിക്കുമ്പോൾ പഴയ വസ്തുക്കൾ പൊതുസ്വത്തായി സൂക്ഷിക്കണമെന്നാണ് ബോർഡ് തീരുമാനം. MS വീണ ചേരുന്നു. വീണ, ഭരണസമിതിക്ക് ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ മുൻ ഭരണസമിതിക്ക് കുരുക്ക് എങ്ങനെയാണ് മുറുകുന്നത്? നമുക്കറിയാം, നേരത്തെ തന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്, തന്ത്രി കണ്ഠരര് രാജീവര് അദ്ദേഹം ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ്, അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത് വാജി വാഹനം അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ് എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാജി വാഹനം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ തന്നെ ഈ ചിലരൊക്കെ രംഗത്ത് എത്തിയിട്ടുണ്ട്. അതായത് ചില സംഘടനകളൊക്കെ, തന്ത്രിയെ പിന്തുണക്കുന്ന ചില തന്ത്രി സമാജം ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്ത് എത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞത്, ഈ വാജി വാഹനം എന്തടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കിയത് എന്നുള്ളതാണ്. അതൊരു കാരണവശാലും അത് അനുവദിക്കാനാവില്ല, അത് പാടില്ല എന്നുള്ള ഒരു നിലപാടാണ് അവർക്കുള്ളത്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ ഉയർന്ന സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് ഇത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൈകാര്യം ചെയ്യുക? മാത്രമല്ല, ഈ മുൻ ഭരണസമിതിയുടെ പങ്കാളിത്തം അത് എങ്ങനെയാണ് ഇനി അനാവരണം ചെയ്യപ്പെടാൻ പോകുന്നത്? അനിൽ നമ്പ്യാർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് പുറത്തുവന്നു. ആ ഉത്തരവ്, അതായത് 2012 ദേവസ്വം ഭരണസമിതിയുടെ കാലത്താണ് ഇത്തരത്തിലുള്ളൊരു ഉത്തരവ് ഇറക്കിയത്. അതായത് ശബരിമല ക്ഷേത്രത്തിനെ മാത്രം ഇത്തരത്തിലുള്ളൊരു ഉത്തരവ് ഇറക്കിയത്. അതായത് ശബരിമല ക്ഷേത്രത്തിനെ മാത്രം ബാധിക്കുന്നതല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളെയും ബാധിക്കുന്ന തരത്തിലുള്ള ഉത്തരവാണ്. അതായത് നിലവിലുള്ള കൊടിമരത്തിലെ വാജി വാഹനം ഉയർന്ന മൂല്യത്തിലേക്ക് മാറ്റുമ്പോൾ അതിനെ തിരുവിതാംകൂറിൻ്റെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ സ്വത്തായി മാറ്റി സൂക്ഷിക്കണമെന്ന ഉത്തരവിൽ പറയുമ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കാണുകയാണെങ്കിൽ അത് ഭരണസമിതിയുടെ വീഴ്ചയാണ്, അത് ദേവസ്വം ബോർഡിൻ്റെ വീഴ്ച തന്നെയാണ്. അന്നത്തെ ഭരണസമിതിക്കുണ്ടായ വീഴ്ചയാണ്. അതിപ്പോൾ തന്ത്രിയുടെ മേൽ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തന്ത്രിയെ ചോദ്യം ചെയ്യുമ്പോഴും ഈ മെഡിക്കൽ പരിശോധനയ്ക്ക് അടക്കം എത്തിക്കുമ്പോഴും തന്ത്രി പ്രതികരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. കൃത്യമായി പറയുന്നുണ്ട്, അതായത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, തനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘത്തോട് പറഞ്ഞതാണെന്ന് അദ്ദേഹം പലതവണ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വാജി വാഹനം തൻ്റെ പക്കൽ അന്നത്തെ ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അതൊക്കെ വീട്ടിലേക്ക് എത്തിച്ചതെന്നുള്ള കാര്യങ്ങളടക്കം അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. SIT സംഘം ഈ ഒരു കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്തതുമാണ്. തുടർന്ന് മാസങ്ങൾക്ക് ശേഷമാണ് കേസിന്റെ, അതായത് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ അടക്കം അറസ്റ്റ് ചെയ്ത് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തുന്ന ഒരു ഘട്ടത്തിലാണ് തന്ത്രിയിലേക്ക് അന്വേഷണം വഴിതിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിലവിലിപ്പോൾ കേസിൽ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് തന്ത്രി. ആ കഴിയുന്ന വേളയിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത്. 2017 സമയത്താണ്, അതായത് 3 പതിറ്റാണ്ട് കാലത്തോളം കൊടിമരത്തിൽ സ്ഥാപിച്ചിരുന്ന വാജി വാഹനം മാറ്റുന്നതും ഉയർന്ന മൂല്യത്തിലോടുള്ള വാജി വാഹനം അവിടെ സ്ഥാപിക്കുകയും ചെയ്തത്. ആ ഒരു സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ പക്കൽ, അതായത് തന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അത് കൈപ്പറ്റുകയും ഒപ്പം തന്നെ വീട്ടിലെ പൂജാമുറിയിൽ സൂക്ഷിക്കുകയും ചെയ്തത്. അത് ആചാരപരമായി തുടർന്നു പോകുന്ന കാര്യമാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് തന്ത്രി അത് തൻ്റെ പൂജാമുറിയിൽ പവിത്രമായി കണ്ട് അത് പൂജിക്കുകയും ഭക്തിപൂർവ്വം അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്തത്. ആ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് SIT സംഘം വീട്ടിലെത്തുകയും ഇത് അന്വേഷണത്തിൻ്റെ ഭാഗമായി എടുക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം, അന്നത്തെ UDFൻ്റെ ഭരണസമിതിക്കുണ്ടായ, UDF സർക്കാരിൻ്റെ ഭരിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിനുണ്ടായ വീഴ്ചയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ ഈ ഒരു വീഴ്ചയെ തന്ത്രിയുടെ പക്കൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് തന്ത്രിയെ ഇരയാക്കുവാനുള്ള ശ്രമമാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. എന്നാൽ തന്ത്രി സമാജമടക്കം ഉള്ളവർ രംഗത്തെത്തിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. വീണ, ശബരിമല സ്വർണ്ണക്കവർച്ചയെ മുൻ ഭരണസമിതിക്ക് കുരുക്ക് വാജി വാഹനം ഉൾപ്പെടെ തന്ത്രിക്ക് അവകാശപ്പെട്ടതല്ലെന്നാണ് ദേവസ്വം ഉത്തരവ്. 2012 ബോർഡ് കമ്മീഷൻ ഈ ഉത്തരവ് ഇറക്കിയത്. പുതിയവ സ്ഥാപിക്കുമ്പോൾ പഴയ വസ്തുക്കൾ പൊതുസ്വത്തായി സൂക്ഷിക്കണമെന്നാണ് ബോർഡ് തീരുമാനം. വീണയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.